ഹലോ ഗൈസ്, അപ്പം നമ്മളെ പുതിയൊരു യൂട്യൂബ് വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ? കുറെ ദിവസമായി നമ്മൾ വീട്ടിൽ വന്നിട്ട്. അതോ ഫോൺ അടിക്കണ്ടല്ലോ, മിജുവാണോ? അല്ല, റന. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീട്ടിൽ വന്നിട്ട്. കുറേ ദിവസം മീൻസ് ഒരു 10 ദിവസത്തിന് മുകളിലായില്ലേ അമ്മ? അതായത് വൈഡാങ്ങളാ കുറച്ച് വണ്ണോ ഒന്നാമത് അന്ന് പാസ്പോർട്ട് എടുക്കാൻ മാത്രമായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പൊ നമ്മള് ദുബായിലൊക്കെ പോയി വലിയൊരു പരിപാടി കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി. ഉമ്മ പരിപാടിനെ പറ്റി കേട്ടില്ലേ? എങ്ങനെയായിരുന്നു പരിപാടി? കുറെ റിവ്യൂസ് വന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. പിന്നെ സന്തോഷമുണ്ട്. വൻ പരിപാടി എന്നിട്ട് സിയാ ഗോൾഡ് അവതരിപ്പിച്ച ഒരു ഗംഭീര പരിപാടി. ഒന്നാമത് ഓരെ പറ്റി പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. എല്ലാ വ്ളോഗിലും ഈച്ചു ആയാലും അനു ആയാലും എല്ലാരും കുറെ പറഞ്ഞിട്ടുണ്ട് സിയാ ഗോൾഡിനെ പറ്റി. അതായത് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് നമ്മളെ. ഇപ്പൊ ഒരാൾ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ആളാണ് നമ്മളെ കൊണ്ടുപോയപ്പോ ആളാണ് നമ്മളെ കൊണ്ടുപോയത് വെച്ചിട്ട് ആളെ കേരളം ഇങ്ങനെയൊക്കെ ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളൊരു നിബന്ധനകളൊന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല ചെങ്ങായിമാരൊരു ഫീൽ ചെയ്യും നമുക്ക്. നല്ല രീതിക്ക് അടിപൊളി, ഭയങ്കര അടിപൊളിയെന്നവര്. അപ്പോ സിയാ ഗോൾഡ് ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെ എന്താണ് ഉണ്ടാക്കുന്നത്? അല്ല, എന്താ ഉണ്ടാക്കുന്ന വെക്കാ? ഇറാനി പോള. അതാണല്ലോ അമ്മ യൂട്യൂബ് നോക്കിന്. അമ്മ ഇടക്കിടക്ക് ഉണ്ടാക്കല്ലേ. പിന്നെ എന്താ യൂട്യൂബ് നോക്കി എന്തിനാ? ഇടക്കൊന്ന് കാരണം പല പല ഡിഷുകൾ ഉമ്മ ഉണ്ടാക്കലുണ്ട്. കുറെ വെറൈറ്റികൾ ട്രൈ ചെയ്യുന്നോണ്ട് ഇടക്ക് ഒന്ന് മറവി വരും അല്ലേ അമ്മ? അപ്പൊ വീണ്ടും ഉമ്മാരൊന്നൊരു പ്രായം എത്ര? 45. അപ്പൊ നിങ്ങള് ഉമ്മാനെ കണ്ടപ്പോ എത്ര ഏജ് ആദ്യം വിചാരിച്ചെന്ന് ഗസ് ചെയ്യാട്ടോ, എന്നിട്ട് കമന്റ് ചെയ്യാം. പിന്നെ പോരാത്തതിന് ആരെ വിളിക്കണ്? തിരിച്ചു വിളിക്കാം. അപ്പോ വേറൊരു സംഭവം എന്താ വെച്ചാല്, മിജുവിന്റെ എല്ലാരും പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ദുബായിലായിരുന്ന സമയത്ത് മിജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ മിജുവിന്റെ ബർത്ത്ഡേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ എല്ലാരും ഭയങ്കര സങ്കടത്തിൽ. അതൊരു വലിയ കഥയാണ്. വലിയ കഥ. ദുബായ് പോയത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കഥ അങ്ങനല്ല. ഞാൻ ഇപ്പോൾ ദുബായിലാണെങ്കിൽ പോലും, ദുബായിലുള്ള സമയത്ത് പോലും നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ചെറുങ്ങനെ സർപ്രൈസ് ഒക്കെ പ്ലാൻ ആക്കി. ഞാനൊന്നല്ല, ഉമ്മ സർപ്രൈസ് ഒക്കെ പ്ലാൻ ആക്കി. ഒന്നോ അതെന്താ സംഭവം എന്ന് വെച്ചാലേ, മിജു സമയം കാണിച്ചു കൊടുത്തേ. മിജു സ്കൂൾ വിട്ട് വരുന്ന സമയമായിരിക്കണ്. അപ്പോൾ ഓൻ അറിഞ്ഞില്ല ഞാൻ വീട്ടിലെത്തായിരുന്നു. ഞാൻ രാവിലെ വീട്ടിലെത്തി. ഞാൻ സത്യം പറഞ്ഞ ഒരു 8 മണിക്ക് എത്തിക്കണ്. രാവിലെ 8 മണിക്ക് എത്തിക്കണം. പക്ഷെ ഓൻ 8:45 വീട് വിട്ട് ഇറങ്ങുള്ളൂ സ്കൂളിലേക്ക്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ പൊന്നാനി പോയിരുന്ന് ചായ അടിച്ചിരുന്ന്. എന്നിട്ട് പോയ സമയത്താണ് ഞാൻ തിരിച്ച് കയറി വന്നത്. അപ്പോൾ മിജുവിന് നമ്മൾ കുറച്ച് മിഠായികളൊക്കെ കൊടുത്തിട്ടുണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ അതൊക്കെ മിജുവിനൊന്ന് കാണിക്കണം. പിന്നെ ഞാൻ ഇവിടെ ഉള്ള മിജുവിനെ അറിയില്ല. അപ്പോൾ മിജു വന്നിട്ട് എന്താ അവസ്ഥ എന്നും കൂടി കാണണം. പിന്നെ അന്നത്തെ കഥ പറയുമ്പോ ഇവർക്ക് അറിയില്ലല്ലോ. അന്ന് സത്യം പറഞ്ഞാലേ ഒരു വ്ളോഗൻ എടുത്തിക്കണ് കേട്ടോ. ഒരു വ്ളോഗൻ അവർ എടുത്തിക്കണ്. എന്താ ഞാൻ ഇല്ലാണ്ട് ഒരു വ്ളോഗൻ എടുത്തിട്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാല്, ഉമ്മയും റിച്ചും പിന്നെ ജുനൈദും ഹാഫിലും ഒക്കെ കൂടിയിട്ട് പൊന്നാനി പോയിട്ട് ഒരു വ്ളോഗൊക്കെ എടുത്ത്. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാല്, ആ വ്ളോഗ് എടുത്തതിന് ശേഷം ആ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വ്ളോഗ് എടുത്തിട്ട് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ ബാക്കില് മറ്റേ കത്തിയിട്ട് ഇതറിയണതൊക്കെ കേക്കുണ്ട്. ഇവിടെ ഹാപ്പി പറയുമ്പോ മൊത്തം കേൾക്കണ്ടായിരുന്നു ബാക്കിത്തെ. അപ്പൊ ഇതെന്താ വെച്ചാൽ ഇവരെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബ് ആകുമ്പോൾ പ്രൈവറ്റ് ഇടാൻ പറ്റും. അതാകുമ്പോൾ എനിക്കും കാണാൻ പറ്റും. എനിക്ക് ഇവരെ അക്കൗണ്ട് കയറിയാൽ, മിജുവിന്റെ അക്കൗണ്ടിൽ കയറിയാൽ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ സൗണ്ടുകളൊക്കെ കേൾക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടുന്ന് സൗണ്ട്, വണ്ടി ഹോൺ അടിക്കണം, ആ മൂലൊക്കെ ഒരു കിലോമീറ്റർ അപ്പുറം ഹോൺ അടിക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കുക. അതാകുമ്പോൾ നമ്മൾ ഇതേപോലെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മൈക്ക് അറ്റ്ലീസ്റ്റ് മൈക്കിൽ കണക്ട് ചെയ്യേണ്ടത് നല്ല രീതിക്ക്. ഇവര് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൈക്ക് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഭയങ്കര നല്ല പാടോട്ടെടുത്തൊരു വ്ളോഗില്ലേ ഞങ്ങള്? നല്ല ഫോട്ടോ എടുത്ത ജുനൈദും ആഫിലിന്റെ അടുത്ത് പറഞ്ഞു. മഴയുടെ ദിവസമായിരുന്നു അന്ന്. അപ്പൊ ഇവനില്ലാത്തത് കൊണ്ട് അവന് ഭയങ്കര ഷോക്കായിരുന്നു മിജു. അതായത് നിങ്ങൾ രാത്രി 12 മണിക്ക് എല്ലാരും വിളിച്ച് നല്ല രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ കറക്റ്റ് 12 മണിക്ക് ഇവരെല്ലാരും വന്നിട്ട് വീഡിയോ കോൾ വിളിച്ച്. അപ്പൊ അവനെ ഹാപ്പി ആയിട്ട് ചിരിക്കൊക്കെ എല്ലാരും ദുബായിൽ ഫുഡ് എല്ലാരും ഉണ്ടായിരുന്നു. കാരണം അവിടെ 10:30. പക്ഷെ ആ സമയത്ത് വിളിച്ചാണ് കഴിഞ്ഞേക്ക് ഇവന്റെ മുഖം ആകെ മാറി, ഭയങ്കര വിഷമായി. പിന്നെ ഒന്നും മിണ്ടണമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞങ്ങളെ രീതിയിൽ ഇവിടെ എന്തെങ്കിലും സർപ്രൈസ് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തത്. അപ്പൊ കേക്കും
പിന്നെ എന്താണ് ഫോട്ടോ എടുക്കലും അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്ന് പറഞ്ഞാല് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ആ ഈ കേക്കൊക്കെ ആയിട്ട് ഇവര് മഴയത്തോടും ഇടക്ക് നിക്കും, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യും, അവരിവിടെ എത്തൂല. കാരണം ഇവര് ബൈക്കുമല്ല വരുന്നത്, പോയി അങ്ങനെ വന്ന് പിന്നെ ഒരു കടന ഇതേ കാണുമല്ലോ. ഇതിലെടുത്ത് പറയേണ്ട കാര്യം ജുനൈദ് അഫിലിന്റെ അല്ലേ, ഭയങ്കര ഇതിപ്പോ എന്റെ കൂട്ടുകാരാട്ടോ. അപ്പൊ ഞാൻ നാട്ടിലില്ലെങ്കിൽ പോലും ഒരു നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നില്ലേ, നല്ല സപ്പോർട്ട്. അത് മാത്രല്ല എല്ലാം കഴിഞ്ഞ അവസാനം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നോളും, മഴ പെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നല്ലൊരു ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്ന് കേക്ക് അവര് കൊണ്ടുവരാ, ആ ഗിഫ്റ്റും അവര് കൊണ്ടുവരാ പറഞ്ഞിട്ട് അവിടെ ഇരുന്നേക്ക് നല്ല മഴ വീണ്ടും പെയ്തു. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എന്നാ ഇനി മതി ഇങ്ങനെയെങ്കിലും കേക്ക് മുറിക്കാൻ നിന്നോക്കൊണ്ട് 2 പട്ടികൾ ഇപ്പുറത്ത് നിക്കണ, അതിനാലും ഓടി പിന്നെ ആരാണ് ഈ പട്ടിനെ വേണ്ടിയുള്ള ആൾക്കാര്? അത് ഞാൻ പറഞ്ഞു ഇവിടെയും ശരിയാവില്ല അടുത്ത ഹോട്ടലിൽ പോയി അങ്ങനെ ആ ഹോട്ടലിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ചായ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കാൻ തന്നെ. അപ്പോഴും കുട്ടിക്ക് ഇത് അറിയില്ല, ചെറിയൊരു ഡൗട്ട് ഉണ്ട് തോന്നുന്നു വിജുവിന്. അങ്ങനെയാണ് അവിടെ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്താണ് പിന്നെ ആ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്. പക്ഷെ ആ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു വരും, ജുനൈദൊക്കെ ചോദിച്ച് എന്താണ് ഹാപ്പി അല്ലേ എന്ന് വെച്ച്. ജുനൈദ് ചോദിച്ചു ഹാപ്പി അല്ലേ, എക്സൈറ്റഡ് ആണെന്ന് വെച്ചപ്പോ ലാലു എവിടെയെന്നാ ചോദിക്കുന്നത്. കേക്ക് കൊടുത്തിട്ട് കേക്കും പരിപാടികളൊക്കെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് പിന്നെയും ഓൻ തപ്പാണ്. ഓന്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നതാണ്, എന്തായാലും സർപ്രൈസ് ഞാൻ എത്തുന്നുള്ള വിചാരം. ഞാനത് ആലോചിച്ച് ആകെ എടങ്ങേറായിട്ട് എന്താ വെച്ചാല് കേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ആളിങ്ങനെ തപ്പാണ്. അത് അപ്പം പറഞ്ഞ ഇന്ന തപ്പിണ്ടായിരുന്നു. അപ്പൊ ലാലില്ലെന്ന് അവരോട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒന്നാമത് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തല്ലോ, സർപ്രൈസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഓർക്കും ആകെ ഒരു ഇടങ്ങേറ്. ബസ്സിന്റെ ഫോണാ എത്തിയില്ല. അപ്പൊ ഓർക്കും ആകെ ഒരു ഇടങ്ങേറായിട്ട്, കാരണം അവര് ഭയങ്കര സന്തോഷത്തിൽ കൊടുത്ത സംഭവമായിരുന്നു. അപ്പൊ ഞാനില്ലാന്ന് അവന്റെ മുഖത്ത് ആ സന്തോഷം ഒന്നും കണ്ടില്ല എന്നാണ് ഉമ്മ ഇവരെല്ലാരും പറഞ്ഞത്. അല്ല ഭയങ്കര വിഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാപ്പി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറെ ശ്രമിച്ചു ഹാപ്പി ആക്കാനൊക്കെ. പക്ഷെ അപ്പോഴും ഇതിനോട് ഞാൻ പറഞ്ഞ നിഹാൽക്കല്ലാത്ത കാരണം സംഭവം ഷോക്കാന്ന്. അവൻ പറഞ്ഞു ഞങ്ങൾ അത്രയും പെട്ടെടുത്ത് മഴയത്തും പട്ടിയുടെ ഓട്ടൊക്കെ കഴിഞ്ഞ് വന്നത് ഞങ്ങള് സസ്യായി. അതെന്തായാലും സത്യത്തിൽ ബാബാനെ കണ്ടിരുന്നോ ദുബായില്, വീഡിയോസ് ഒക്കെ കണ്ടില്ലേ? അതായത് നമ്മള് ദുബായ് പോയതിന്റെ ശേഷം ഉപ്പാനെ കണ്ട്, പിന്നെ ഉപ്പാനെ മീറ്റ് ചെയ്ത് ഉപ്പാനായിട്ട് നമ്മള് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോയി. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമാക്കിയത് നമ്മളെ കലഫ് ബ്രോ. അപ്പോൾ നമ്മളെ ഭയങ്കര ദുബായ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് കലഫ് ബ്രോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി എന്നത്തെയും പോലെ നമ്മൾ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തു. പീക്ക് ലെവൽ ഭയങ്കര ലക്ഷറി ഒരു സെറ്റപ്പിൽ നല്ല അടിച്ചുപൊളി കുതിര വിട്ടിട്ടുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തു. അനുവിന്റെ വ്ളോഗിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ആമീൻ. അപ്പൊ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അവരുടെ ഫാമിലി, അതായത് ഓരോതും ജിയാ ഗോൾഡിൻ്റെതും പിന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ ഉൾപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. അപ്പൊ അതേപോലെ റിച്ചുവിന് കോളേജ് തുടങ്ങാനല്ലേ, അവരുടെ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടല്ലേ അതൊക്കെ കാണാൻ. എത്രയോ ആളുകളും നല്ല ബിസിനസ്മാനും നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരുപാട് ആളുകൾ പറ്റാത്ത ക്രിക്കറ്റ് സ്റ്റേഡിയം, പിന്നെ സൂ, അവിടെ ഒന്നും ഒരിക്കലും പാംജുമേരിയൊക്കെ ഓക്കെ എന്നൊക്കെ, എന്നാലും എങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ബ്രദറിനെ പോലെ കൊണ്ടുനടന്നിട്ടുള്ള ആ ഒരു മനസ്സിനെ കാണാതെ വയ്യ. ഹാർട്ട് ഓഫ് യു ഭയങ്കര അടങ്ങാറ്. മറ്റേ അന്ന് വീഡിയോ കോൾ ചെയ്തപ്പോഴേ എല്ലാവർക്കും മിജു നാട്ടിലല്ലേ, മിജു ഇങ്ങനെ ചിരിച്ചണില്ല ബർത്ത്ഡേ പറഞ്ഞിട്ട്. നമ്മളെല്ലാരും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയണോ, ചിരിക്കണില്ല. അപ്പൊ അങ്ങനെ കുറെ ബാക്ക് സ്റ്റോറി ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ മിജു കയറി വരുന്നത്. എനിക്ക് മെസ്സേജ് ഇട്ടില്ലേ, കൂടി വിളിച്ചോക്ക് പറ്റണില്ല, ഭയങ്കര സങ്കടം കുട്ടീനെ കാണുമ്പോന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഞാൻ വിളിച്ച് പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത്. അപ്പൊ എന്താ ഇറാനി പോൾ എന്തായി? നമ്മളെ 2 വീരന്മാര് വരുന്നുണ്ട്, ഓരോ എത്തിയിട്ടില്ല ഇതുവരെ. അതായത് മിജു അല്ല, ആഫിലും ജുനൈദും എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് കൂട്ടുകാര്. അങ്ങനെയാണോ? അതാരാ? ഡിഗ്രി ഫ്രണ്ട്സുകൾ ഉമ്മാടെ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറവില്ല. ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യും ഉമ്മ, ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യും. അതിലും ഞാൻ എന്താ വെച്ചാൽ ഇടക്കിടക്ക് പുറത്ത് നോക്കണം, എന്താ വെച്ചാൽ ബസ് വരുന്ന ടെൻഷനിലാണ്. അത് നല്ലതാണ്, നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാവുമ്പോ നമുക്ക്
അതായത് ഇപ്പോൾ പുലർച്ചെ ഞാൻ ഇപ്പോൾ കോഴിക്കോട് എത്തിയത് ഇന്നലെ അഫീഫിന്റെ ബർത്ത്ഡേ ഉണ്ട്, അതായത് സ്റ്റീലിന്റെ ബർത്ത്ഡേ. ഞാൻ ഇറങ്ങിയ ദിവസം അന്ന് 12 മണിക്കാണ് സ്റ്റീലിന്റെ ബർത്ത്ഡേ. അപ്പോൾ ഈ എന്താണ് ഓന്റെ ബർത്ത്ഡേ ഒക്കെ കൂടിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ മിസ്സാക്കണ്ട വെച്ചിട്ട് ഞാൻ നിലമ്പൂർ പോയിട്ടാണ് പിന്നെ വീട്ടിൽ വന്നത്. ആദ്യം വീട്ടിൽ വരേണ്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിലമ്പൂര് എന്താണ് ഇനിയും പേടിപ്പിച്ചത്. ബസ്സിന്റെ ബ്രേക്ക് അങ്ങനെയല്ലാന്നോ? ജുനീദാഫിലോ? ആ എടാ അകത്തുക്കോയോ? ചെരുപ്പൊക്കെ സൈഡിൽ വെച്ചോ. എവിടെയും സൈഡിലാക്കി വെച്ചോ. പോരി. അത് കുഴപ്പമില്ല. അത്ര മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും മിജുവിനില്ല എന്നൊക്കെ തോന്നുന്നു. ഹുദൈഫ് ഉണ്ടായിരുന്നു. ഇവര് 3 ആള് രാവിലെ പുലർച്ചെ വിളിക്കാൻ വന്നാട്ടോ. ഗേൾ ഫ്രണ്ടിനായിട്ട് കോളിങ്. ഗേൾ ഫ്രണ്ട് എന്താ പറയുന്നു ബ്രോ? ആയിക്കോട്ടെ. ആ ഞാൻ വിളിക്കാട്ടോ കുട്ടാ. ഇച്ചാ ആ ബസ്സല്ലേ? അല്ല, കൊറേ ബസ്സുകളുണ്ട്. ഇതിപ്പോ മിജുവിന്റെ ബസ്സാണെന്ന് തന്നെ അറിയാം. സ്കൂട്ടി ഇപ്പൊ ഞാൻ എങ്ങനെ അറിയാം? ബാക്കിലോ? ആ ഒന്നും വേണ്ട, ഓനക്ക് മനസ്സിലാവുന്നില്ല. ആക്സസോ? ഞാനൊരു കാര്യം ചെയ്താലോ? ഞാൻ പുറത്തു പോയിരുന്നാലോ? ഞാൻ പുറത്തു പോയിക്കാം. പുറത്തു പോയിട്ട് ആ കാറിന്റെ ബാക്കില് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കാണാലോ. ഓക്കെ, ക്യാമറ ഞാൻ പിടിച്ചോണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എല്ലാരും ഓടിട്ടാ. അതായത് നമ്മൾ ഇവിടെ നിക്കണം, ഇവിടെ ഒളിച്ചിക്കണത്. മിജുവിന്റെ ബസ്സാ തോന്നണ വരുന്നേ. വന്നു ബസ് വന്നു. മിജു കേട്ടാ. കമോൺ മിജു. ഞാൻ കാറിൻ്റെ ഇവിടെ ഒളിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ ഒരു മതിലാക്കിലേക്കണ. ചെക്കൻ എൻട്രി ഇല്ലാണോ? എന്താ അവസ്ഥ നോക്കട്ടെ. എവിടെ ആളവിടെ? ആ ഐഡന്റി കാർഡൊക്കെ കറക്കി വന്മാരോ കേട്ടോ. ഏതാരും ലാലേട്ടനോ? ആ ബീബി ഹലോ, അതവിടെ കൈ കൊടുക്ക്. ഇത്ര ഉള്ളൂ ഐശ്വര്യ? ഇത്ര സന്തോഷമല്ലേ വന്നിട്ട്? എവിടെയാണ്? എങ്ങനെ ക്ലാസ് ഒക്കെ എത്തല്ലേ? ദുബായ് പോയി വന്നിട്ട് റിലേറ്റഡ് വിഷസ് മുത്തേ. അസ്സലാമലൈക്കും. ഉമ്മ എന്താ പറഞ്ഞ വീട്ടിൽ കയറി വരുമ്പോ? സലാം പറഞ്ഞോ? ഈ ഡോറ് കിടക്കാനല്ലേ പറയണെങ്കില്? ആ ആളെത്തി. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി ഒക്കെ? പൊളിച്ചു തോന്നണ്? എന്താണ് സ്കൂളൊക്കെ തുടങ്ങിയ ഫുൾ ആറ്റിറ്റ്യൂഡ് ആയിട്ടോ? ചെറുതായിട്ട് പൊളിച്ചിട്ടുണ്ട്. മഷി ലീക്ക് അടിക്ക? എവിടെ? ഐ കാണിച്ചെടുത്തേ. ഏതിന്ന് പേന? മൂടിട്ടാണ്ട് ഇന്ന് ഓടി കളിച്ചിട്ടുണ്ടാവും അല്ലേ? ആ എല്ലാവർക്കും ഉണ്ടാവല്ലേ? ആ എല്ലാവർക്കും ഉണ്ടാവും അത്. സ്കൂളിലെ നൊസ്റ്റാൾജിക് ഐറ്റംസിൽ എടുത്താൽ ഒന്ന് പാന ലീക്ക് അടിക്കലാവും, മഷി പാൻ ലീക്ക് അടിക്കലാവും. അതേപോലെ തന്നെ വീഡിയോ എടുക്കണ വീഡിയോ എന്ത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ കാണാനുള്ള ഞാൻ വിചാരിച്ചു ഇന്നെ കാണുമ്പോ ഭയങ്കര സർപ്രൈസ് ഒക്കെ വന്നു. വലിയ സർപ്രൈസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കൂടെ പോയി ഒരു ദുൽഖർ ഉണ്ട്. അതായത് ദുൽഖർ സൽമാൻ, ജുനൈദ്. താടി മീശൊക്കെ എടുത്ത് വൻ ദുൽഖർ. ആദ്യം താടി വെച്ചിട്ട് അറിയുന്നത്, പിന്നെ ദുൽഖർ കടക്കാരൻ റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ദുൽഖർ സൽമാൻ ആവാന്ന് വിചാരിച്ചു. എങ്ങനെ വെച്ചു ദുൽഖർ ലുക്ക്? സെറ്റ് അല്ലേ? ചെക്കൻ റീക്കുണ്ട്. ഉമ്മ എന്താ പറയാന്നല്ലോ? റാണിപ്പോള കഴിഞ്ഞോ? ഉണ്ടാക്കി കഴിഞ്ഞോ?
തുറങ്ങുള്ളൂ അല്ലേ? ഇതട്ടാ സാധനം കാണിച്ചു കൊടുക്കി. ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതെന്താ മുകളിൽ എന്തമ്മ? അല്ല ഇത് വൈറ്റ് കളർ മാവ് അല്ലേ? അത് ഇനിമ്മ അവിടെ വേണമെന്നുണ്ടോ? അത് സെറ്റ് ആയിക്കോളൂ അല്ലേ? സുഹൃത്തുക്കളെ മിജു പെട്ടി വിളിച്ചാലോ? പെട്ടി വിളിച്ചു. കാട്ടത് എവിടുക്കാ? ആ അവിടെതാ കഴുകണതാ. ബേസണൊക്കെ മറന്നുപോയോ? സംതിങ് ഒന്നുമില്ല, അതിലൊന്നുമില്ല. ഏയ് ചെങ്ങായി ഇനിയിപ്പോ ഓവർ എക്സ്പെക്ടേഷൻ ഇങ്ങനെ നിക്കും. ആ ഒലക്ക എന്തേ? അല്ല എന്തേ? അത് കേട്ടോ. ഇങ്ങനെ പരിപാടിയൊക്കെ കണ്ടിരുന്നു ദുബായിത്തെ? എവിടെ പേടിച്ചോടി? ഏ റൂമില്? ഐ സൗണ്ടൊക്കെ ഇമ്മേ. ആ ഗോസ്റ്റിന്റെ. ഔ പന്നൊന്നും നിർത്തണം ആ ഇട്ടത്ത്. അപ്പൊ കാണാ ആ ക്യാമറയിൽ കാണുന്ന കുറച്ച് വിളിച്ചെന്താ അറിയോ? അത് ക്യാമറ നൈറ്റ് വിഷൻ ആണ്. അതില് കണ്ണ് കാണൂല എടുത്തെടുത്ത് നിൽക്കണവർക്ക് പോലും. അത് ശരി. അവിടെ ഇരിക്കേ. എടാ വലിയ സർപ്രൈസ് ഒന്നും ഇല്ലട്ടാ. മുട്ടായികള് അത്രയുള്ളൂ. മുട്ടായി എനിക്ക് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ എക്സ്പെക്ടേഷൻ ചെയ്യരുത്. ഞാൻ പൈസ ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ട്. മിക്സ് ആയിട്ടോ? മിക്സ് ആയിട്ട് ഇരിക്കണേ? ഗേൾസിന്റെ ഒപ്പം ഇരിക്കണേ? ഗേള് ഫ്രണ്ട് ആണ് അല്ലേ? എടാ ഗേള് ഫ്രണ്ട്. എടാ ഗേളില്ലേ ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട്. നിക്കിട്ടോ അവിടെ ഞാൻ പെട്ടിത്തരാം. അവിടെ മതി. മിജു അൺബോക്സ് അൺബോക്സ്. അല്ല ഓനെ പറഞ്ഞ് ഓന്റെ ബർത്ത്ഡേക്ക് അവരെ പെൺകുട്ടികളായ വിഷ് ചെയ്തില്ലാന്ന്. ആരെ വിഷ് ചെയ്തില്ലേ? അതെന്തേ? ആ വിഷ് ചെയ്ത് പിന്നെ അതെന്തേ? അതെന്തേ? അല്ല ആൺകുട്ടികള് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടാ. ഗിഫ്റ്റ് കൊടുത്തോ? ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല. എന്താ? അങ്ങനെ 3 കീച്ചേനോ? ഇന്നേ അന്റെ പ്രായത്തിലേക്ക് ഒരു പെൻസിൽ പോലും കിട്ടിയില്ലല്ലോ. കത്തോ? കത്ത ആവിടെ? കത്തോടെ കത്തെടുത്തിട്ട് വാ. ഇമ്മേ കത്തോ? എടാ എടാ കാണിച്ചോടത്തെ. ഇമ്മേ പുള്ളോ? പുള്ളോ? അത് പൊക്കാനാണ് പുള്ളെന്ന് പറഞ്ഞേ. ആ ഇതില്ലേ ഇത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണല്ലേ? ഹാപ്പി ബർത്ത്ഡേ അജ്സൽ, ഐ ഗിവ് യു ഗിഫ്റ്റ് പെൻ. അതിന്റെ അടുത്ത് പാരന്റ് ഗിഫ്റ്റ് ചെയ്ത് തന്നു. യോ ഹാപ്പി ബർത്ത്ഡേ അജ്സൽ വട്ടത്തിലും നീളത്തിലൊക്കെ എഴുതിക്കണ്. പിന്നെ ഇതെന്താണ്? ബാക്ക് സൈഡിൽ ഹാസ് 1 pocket. You can keep anything for you. അതിന്റെ അർത്ഥം എന്താ? ആ ശരി. അത് പോകാൻ പറഞ്ഞിട്ട് വേണോ ബാക്കിന്റെ പോക്കറ്റിൽ എന്തെങ്കിലും വെക്കണത്? ഈ അനക്ക് ഫ്രണ്ടിൽ പോക്കറ്റ് അതിലൊന്നും വെക്കാന്ന് എനിക്ക് അറിയുന്നല്ലേ? ഇപ്പൊ ആൾക്കാർ പറഞ്ഞിട്ട് വേണോ? പാന്റ് എവിടെ? അത് മഷി ലീക്ക് അടിച്ചല്ലേ? ഞാൻ അടുത്ത കത്ത് അൺബോക്സ് ചെയ്യാം. ഓ ഇത് വന്നായാലോ പരിപാടികളായാലോ. ജൂൺ 26, 2025. ബെസ്റ്റ് ഫ്രണ്ടോ? എന്താ ഡാബ്സിയോ? ബൈ റസീൻ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഫയർ റൈഡ്. ഹാപ്പി ബർത്ത്ഡേ മിജു. ഫോണിലൊക്കെ കേട്ടോ? നിങ്ങള് ഫോണിലല്ലേ ചാറ്റ് ചെയ്യല്?
വെറുതെ ഫോണിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ മിജു അടിച്ചിട്ടുണ്ട്. 12 years. എന്താ ചക്രമത്ത നോക്കട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 കുരു ഉണ്ട് ഇതില്. അത് മനസ്സിലായില്ല? എന്റെ വയസ്സിന്റെ കുരുവാണിത്. അതൊന്നും അറിയില്ലല്ലേ? അതൊക്കെ കണ്ടുപിടിക്കണെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. 1 2 3 4 5 6 7 8 9 10 11 12. എടാ 12 കുരു ഇഞ്ഞൊന്നും ഉണ്ട്. അത് ശരി. 12 കുരു കറക്റ്റ് ട്ടോ. ഇതേതാണ് ബുദ്ധിയുള്ള ഒരുത്തൻ കൂട്ടത്തില്? പിന്നെ ബുദ്ധിയുള്ള ധന്യെന്തേലും തന്നു നിങ്ങള് ബർത്ത്ഡേ ഗിഫ്റ്റ്? ഇനി കൊറേ ആൾക്കാര് ഫ്രെയിം അയച്ചിരുന്നില്ലേ? അല്ല കീ ചെയിൻ ഒക്കെ കൊടുത്തിരുന്നു കുറച്ച് കുട്ടികള്. റിച്ച് അല്ലേ? പക്ഷേ ഇതൊരു ഫ്രെയിം കൊടുത്തേനു. ഇതാ എന്താണ് ഒട്ടകത്തിന് മുകളിൽ സവാരി നടത്തുന്ന ഒരു ഫ്രെയിമും പിന്നെ ഇത് മിജു കൂട്ടിന്ന്. മിജു ആദ്യം നടക്കാൻ പഠിച്ച ലൊക്കേഷൻ ആട്ടോ ഇത്. അവിടുന്ന് എടുത്ത ഫോട്ടോ. നടക്കാൻ പഠിച്ചല്ലേ? നീറ്റ് നിന്ന ഫസ്റ്റ് ലൈഫില് അവൻ ഫസ്റ്റ് നിന്ന് നടന്ന ആ സ്റ്റെപ്പാണത്. അത് കറക്റ്റ് കിട്ടി നമുക്ക്. ആ ഒരു സന്തോഷം മുഖത്തുണ്ട്. അത് ഊട്ടിയില് നമ്മള് പോയ അന്നിരുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്. അതാ ഇത് ആരും എടുത്താ? ഇത് കൊടുത്താണ്. ആണല്ലേ? പിന്നെ ഇത് ഇതിന്റെ പൊങ്ങണ നീറ്റ് നിന്ന് പൊങ്ങി നിക്കുന്ന ആ സീനാണിത്. ഇത് ചെറുപ്പത്തില് കുളിക്കാത്ത കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കത്തുകളൊക്കെ നാശാക്കല്ലേ? അതൊക്കെ എടുത്തേക്ക്. ഇപ്പൊ എടുത്തോ. ഇനി ഒരു 12 വർഷത്തിന് ശേഷം നോക്കിയാ 12 കുരു. 12 കുരു കൂട്ടോ. ഇനി എന്താ ലെറ്റർ ഉണ്ടോ? വേറെ ഉണ്ടോ? അതെന്റെ ബാഗൊക്കെ ചെക്ക് ചെയ്യണ്ടോ? പെറ്റി വിളിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ദുബായി പോയി വന്നതിന് ശേഷം പെട്ടി വിളിക്കാൻ പോവാണേ. ബാബ കൊടുത്തേച്ച പാൽപ്പൊടി വിസ്തൊന്നുമില്ല. ഇതിന്റെ ഡ്രസ്സുകളുടെ ഒരു 3/4 ഭാഗം. അപ്പൊ ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്ന് സൈഡിലാക്കാം. ഇതാ എന്റെ ഗിഫ്റ്റ് അൺബോക്സ്. എനിക്ക് നാട്ടിലുള്ള ചെരുപ്പേങ്ക. അത് ശരി. ഓ ഇത് പഴയ ചെരുപ്പ് എത്ര കാലട്ടാണ് നിന്നാ? ഇന്റെ സൈസ് അല്ലാന്നൊക്കെ. അപ്പോ ഇത് നമുക്കൊരു ഇത് നമുക്കൊരു ടീമേ ഗിഫ്റ്റ് എന്നുള്ള. എവിടെ എനിക്ക് മറ്റേ പാവക്കുട്ടിയുടെ പേരറിയോ? ലോനനെ ലബാനോ ലബാബു. അയച്ചു കണ്ടിക്കണോ? അറിയോ? എനിക്ക് ഇഷ്ടാന്ന് അറിയില്ലാന്നോ? ഉറക്കം സംസാരിക്കും മൈക്ക് കൂടെ. അതാ ഇത് നമുക്ക് സിയാന എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തന്നാട്ടമ്മ എല്ലാവർക്കും കൊണ്ടുവന്ന് ഒരു 10 പെട്ടിയോളം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പെട്ടി വെച്ചാൽ. അപ്പൊ പെട്ടി ആക്കണ്ട വെച്ചിട്ട് പെട്ടി അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുത്താ. യെസ്. പിന്നെ ഇത് ഒമേഗ ഫിഷ് ഓയിലാ. പിന്നെ ഇത് പ്രോട്ടീൻ പൗഡർ. ഇത് നമ്മളെ മോഫീസ്ക്ക് മേടിച്ചത് 3. ആരോഗ്യം വെക്കട്ടെ പറഞ്ഞിട്ട്. അല്ല ഞാൻ അങ്ങനെ മേടിക്കണം പറഞ്ഞിരുന്നു. അപ്പൊ മോഫീസ്ക ലാസ്റ്റ് ദിവസം സാധനമായിട്ട് വന്നു. മോഫീസ്ക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് മോഫിസ്റ്റാ. മോഫിസ്റ്റ് കാസർഗോഡ്. പിന്നെ ഇത് ജിയാ ഗോൾഡ് വന്നാട്ടോ. ജി ഷോക്കിന്റെ ഒറിജിനൽ വാച്ച് എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ ഞാനൊരു വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇത് റിച്ചുവിന് കൊടുക്കാന്ന് വിചാരിച്ചു. അല്ല അതെനിക്ക് ചെറുതാണ്, അതുകൊണ്ടാ. കണ്ടാ? അപ്പൊ റിച്ചു എനിക്ക് വേറെ സെറ്റ് ആക്കാം നമുക്ക്. റിച്ചുവിന് യൂസ് ചെയ്യാം. റിച്ചുവിനല്ലേ മിജു നിങ്ങള് തീരുമാനത്തിലെത്തിട്ടോ. പിന്നെ ഇത് വേറൊരു സ്പ്രേ. ഇതും വേറെ ടീം നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോ അവിടുന്ന് നമ്മളെ കണ്ടപ്പോ നിന്ന് ഒരു റൂമിലാണ് സാധനങ്ങളൊക്കെ ഉള്ളത്. നേരെ പോയി ഓടിപ്പോയി റൂമിൽ നിന്ന് എടുത്തു നമുക്ക് തന്നു.
നല്ല സ്പ്രേ ചെയ്യുന്നത്. പക്ഷെ ഓരെന്താ വെച്ചാൽ നമ്മളെ ഒരു വീഡിയോ എടുത്തിരുന്നു, എന്താണ് എന്തെങ്കിലും പറയുന്ന പറഞ്ഞു ഹനാനെ കൊണ്ട് എന്തോ പറയിപ്പിച്ചോ. ഞാൻ സംസാരിക്കൂലേ, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് ഇന്നലേക്ക് മെസ്സേജ് അയച്ചിരിക്കണവർ എന്താണ് നമ്മളെ വീഡിയോ എടുത്തതിൽ മൈക്ക് ഓൺ ചെയ്യുന്നില്ല. എന്നിട്ട് ഹനാനും മുപ്പിയോളും ഇങ്ങനെ സംസാരിക്കും, സൗണ്ടില്ല, സൗണ്ട് ഒന്നും കിട്ടിയില്ല. എന്താ മിജു സ്റ്റോറിയോ? എന്താ സ്റ്റോറി? ഡബലിന്റെ എന്നിട്ട് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക ഓഡിയൻസിന്. വെയിറ്റ് ആക്ക്. ഓ ഞാനും വിചാരിച്ചത് എന്താണ് ഇത്ര ആൾക്കാർക്ക് ഇത്ര അട്രാക്ഷൻ, ഫുള്ള് ആൾക്കാർ വാങ്ങി പോവാ. ഇത് വാങ്ങിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പാണ് ഞാൻ ഇന്റർവ്യൂ കാണിച്ചു തരാം. ഒരു താത്ത ഈ ലബാബ് വാങ്ങി, എന്നിട്ട് നാട്ടിന്ന് ഡെവിലിന്റെ ടോയാ. എന്നിട്ട് അതിന്റെ അച്ഛനെ അന്ന് തന്നെ കുറച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഓരോ കോപ്പിലെ കഥയിട്ട് വന്നിക്കണ്. അപ്പൊ അപ്പത്തിന് ഓനെ വലിച്ചേർന്നോ ഈ സാധനം? കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റിയേക്കാം, തിരിച്ചയക്കാൻ പറ്റുമോ നോക്കാം. എന്റെ ഡ്രസ്സാ? ഇല്ലല്ല, ഇത് മിജുവിന്റെ ബർത്ത്ഡേക്ക് കലഫ് അയച്ചാട്ടോ. താങ്ക് യു കലഫ്, ബൈ കലഫ് ബ്രോ. ഓ ഇതെന്താ? ഓ ടോക്കി, ഓ ടോക്കി, ഇത് കലിഷ്ട സാധനം ടോക്കി. യെസ്, കലിഷ്ട നല്ല ഇഷ്ട സാധനം. എല്ലാത്തിനും കാണാം. ഇത് ബ്ലൂ ടാക്കിസ്. ഇതിന് ബ്ലൂ നല്ല ഫ്ലെയിമാ. ഇനി ഞാൻ പോയിന്നല്ലേ, ഇതൊക്കെ ഒന്നും കാണില്ല, അത് ഉറപ്പാ. ഓ ഇത് കഴിക്കണം. അല്ല അമ്മ എടുത്തേക്കും. എന്താണോ താഴ്ചല്ലോ, എന്താ ഇതിന്റെ വൈറ്റ്? ഓഹോ അതിന്റെ അടുത്തത് സവറും ടേസ്റ്റുള്ള നല്ല കിണ്ണമാണ്. ഇതെന്താ? ഇത് കാണുന്ന സാധനം. ഇത് നമ്മൾ കണ്ടിക്കണ്. ഇത് കളിഷ്ട ഞാൻ കഴിച്ചിട്ടുണ്ട്. കോട്ടുമുട്ടായി M&M's നല്ല ഇഷ്ട. ഓ കിൻഡർ ജോയിന്റ് ആണ്. ഏതാ? ഓ ന്യൂട്രലന്റെ ഞാൻ പറയോ, പോയി പണി നോക്ക്. ഇത് നമ്മള് കഴിച്ചിട്ടുണ്ടല്ലോ. റോസ് റൈസ്, സോറി റോസ് റൈസ് അല്ല, അതാ പറഞ്ഞ. തിന്നു
നമുക്ക് 4 പറ്റൂല തോന്നുന്നു. പിന്നെ ഒന്നും മേടിച്ചൊന്ന് പിച്ചു എടുത്തോ, മിജു എടുത്തോ. അപ്പൊ ഒരാൾക്കാക്കോ ആ മിജുവിന് ഒരു ടീമിൽ സ്പ്രേ മിജുവിന് മാത്രം സ്പ്രേ ഒക്കെ കിട്ടിട്ടാ. എനിക്കൊരാള് കിട്ടും ഉറപ്പാ. അനക്ക് റിച്ച്ക്കാക്ക് ഒരാൾ കിട്ടും. ഒരാൾ കിട്ടുന്നു. ഒരാൾ എന്തായാലും കിട്ടും. കിട്ടും. അപ്പൊ ഞാൻ പുറത്തായിട്ടാ. എല്ലാരും കിട്ടും, എല്ലാരും കിട്ടും. മാഷാല്ലാ. മിജു ബൈ. താങ്ക് യു. ഇതാരായിച്ച്? മൈ സ്റ്റിക് പെർഫ്യൂംസ് എന്ന ഒരു പേജ്. താങ്ക് യു ഗൈസ്. മൈ സ്റ്റിക് പെർഫ്യൂംസ്. അപ്പോ കുറെ ദിവസമായി അയച്ചിട്ട് എനിക്ക് അപ്പൊ ഇപ്പോഴാണ് ഒന്ന് ഗ്യാപ്പ് കിട്ടി കൊണ്ടുവരാൻ. ഞാൻ വീട്ടിൽ വന്നില്ലല്ലോ. എന്താണ് പേര് അതിന്റെ? മിജു ബൈ. ആ മാഷാ, അത് കാണിച്ചു കൊടുത്തു. മിജുബയുടെ പേര് വെച്ചിട്ടുള്ളത് ആണോ? അടിച്ചോക്ക്. ബാക്കിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, അത് ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളതാ. അടിച്ചേർന്ന് ഓ അബ്ബാണേ. അതാ തുടങ്ങി. എനിക്ക് എവിടെ നിന്ന് റബ്ബാണ് കയറി വന്നപ്പോ വലിയ കാര്യത്തിന് ഇതിങ്ങനെ റബ്ബാണ് പറഞ്ഞു. എവിടെ കിട്ടിയാണ് എന്തേ? സെറ്റ് അല്ലേ, ഹാപ്പി അല്ലേ? യെസ് ഹാപ്പി. യെസ്. കൺഗ്രാജുലേഷൻസ് മിജു ബൈ. അപ്പോ അന്നത്തെ ഇതൊക്കെ സെറ്റ് ആയില്ലേ? പരിപാടികളൊക്കെ ഹാപ്പി അല്ലേ? ഇതിന് കഴിക്കണമെങ്കിൽ ഉമ്മ തീരുമാനിക്കും കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് കണ്ടാ മനസ്സിലുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തച്ചതല്ലായിരുന്നു, മൊത്തം കഴിച്ചിട്ട് കവർ മാത്രമേ ആടെ ഞാൻ ഇവന്റെ ബർത്ത്ഡേക്ക് കൊറേ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ബർത്ത്ഡേക്ക് മാറ്റി വെച്ചതാ. അപ്പൊ ഇവൻ ഇവിടെ എവിടെ വെച്ചാലും ഇവൻ എടുക്കും. ഞാൻ കൊണ്ടുവച്ചത് അവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ച്, എന്നിട്ട് കവർ ചെയ്ത് വെച്ച്. ലാസ്റ്റ് ഇവന്റെ ബർത്ത്ഡേക്കല്ല ഇനിയിപ്പോ നോക്കണ്ടേ, അവിടെ ഇപ്പൊ എന്തായാലും ഇവൻ വരൂല. അങ്ങനെ ബർത്ത്ഡേയുടെ രാവിലെ ഞാൻ ഈച്ച് നോക്കിയതാ. നോക്കി നോക്കുമ്പോ അന്തസ്സായിട്ട് തിന്ന കവർ അതേപോലെ വെച്ചിട്ട്. താങ്ക് യു കൽഫ്ക. Thank you so much. My dream is to meet you. English. ഞാൻ 2 വർഷമായി. 2 വർഷം എന്തായാലും എന്ത് ഇത് പഠിച്ചിട്ട്. എന്ത് പഠിച്ചിട്ട്? ഇത് പഠിച്ചിട്ട് കൊറേ അവനക്ക് പറയാൻ കിട്ടുന്ന പഠിച്ചിട്ട്. ഒരു ഇംഗ്ലീഷ് 2 ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു. അറിയില്ല. ഗേൾഫ്രണ്ടിനെ പറയണ്ട, നമുക്ക് ഗേൾഫ്രണ്ട് പിന്നെ പറയാം. ഓക്കെ, അത് പറഞ്ഞാ മതില്ലേ? യെസ്. വിട്ടില്ല. ഇതെന്തത്? എല്ലാരും കാട്ടണം ചെയ്യണം എല്ലാരും. ഇത് രസണ്ടാ? ഡോറ. അപ്പോ സുഹൃത്തുക്കളെ ഈ വ്ളോഗ് കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്ത് അമ്മേ അപ്പോൾ വ്ളോഗുകള് അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പം ഇനി എന്ത് വ്ളോഗാണ് വേണ്ടിയെന്നും ഇനി വ്ളോഗുകൾ വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ എന്തായാലും വ്ളോഗ് ഇടുന്നു പറഞ്ഞാണ്. അപ്പോൾ ആ വ്ളോഗാണിത്. അപ്പോൾ ഇനി എത്ര ദിവസം വരെ ഉണ്ടോന്നോ? എന്തുകൊണ്ട് ഇവിടെ എന്തുമ്മാ സെറ്റ് കാണിച്ചു കൊടുക്കാം. നിങ്ങളേതായാലും ഉണ്ടാക്കണ തുറക്കത്തിൽ കണ്ടല്ലേ? എടാ ഇന്ന് എടുത്തോട്ടോ, തുറക്കത്തിൽ കണ്ടല്ലേ? അപ്പം നമുക്ക് കാണിച്ചു തരാം. ഇറാനി പോളോ സെറ്റ് സുലൈമാനി കുട്ടിക്കല്ലേ അമ്മ? സുലൈമാനിയും ഇറാനി പോളയും കൂടി നല്ല അടിപൊളിയാണ്. ബാക്കടിക്ക് ഫോഗ് കയറും ക്യാമറയ്ക്ക്. അപ്പൊ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ അവസാനിക്കാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അല്ലേ? കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ. ഇതിന്റെ ഇത്ര നേരം ക്യാമറ പിന്നിൽ റിച്ചു. ബൈ. സാധനം റെഡി സെറ്റ്. കട്ടൻ ചായ എടുത്തോ? എന്തേ? ആ ടീമിന്റെ പെട്ടിക്കറ്റ് ഓർഡർ. ഈ ഒരു അടി ഇപ്പൊ തീരും തോന്നുന്നില്ല. അപ്പോ വ്ളോഗ് അവസാനിക്കാണ്. ബൈ.
എന്റെ കൂടെ ഇരിക്കട്ടെ എല്ലാരും. അല്ല അല്ലത് ജൂനിയർ വാൻഡ്രേക്ക് ഇല്ലേ സിനിമയിലെ ജൂനിയർ വാൻഡ്രേക്ക് ഇല്ലേ അതുപോലെ ഞാൻ പറഞ്ഞത് ഇത് സുഹൃത്തുക്കളെ ബൈ. എന്താ Thanks for watching. ഓക്കെ Bye bye.